സൗജന്യ ബൈബിൾ പഠനത്തിന്റെ മറവിലും തട്ടിപ്പ് നടത്തുന്ന ദ്രവ്യദാസന്മാർ. പലതരത്തിലുമുള്ള വചനക്കൊള്ളക്കാരന്മാരെ പറ്റി നാം കേട്ടിട്ടുണ്ട്. എന്നാൽ സൗജന്യ ബൈബിൾ പഠനത്തിന്റെ മറവിൽ പണം പിടുങ്ങുന്ന തീവട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ബിനോയ് എന്ന ചെറുപ്പക്കാരന്റെ അനുഭവം കേൾക്കുക. റിട്ടയർമെന്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മാവേലിക്കര IEM എന്നൊരു സ്ഥാപനത്തിന്റെ പരസ്യം കണ്ട് ബൈബിൾ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു അനുഭവമാണ് ബിനോയ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. കോടതികളിൽ പോകുന്നവനുള്ള ആദ്യ ശിക്ഷ വക്കീൽ ഫീസിന്റെ രൂപത്തിൽ ലഭിക്കുന്നത് പോലെ ബൈബിൾ കോളേജുകളിൽ പോകുന്നവർക്കുള്ള ആദ്യ ശിക്ഷ പിരിവിന്റെ രൂപത്തിൽ ലഭിക്കുന്നു. I2I ന്യൂസ് അല്ലേ? അതെ, ഞാൻ വിളിച്ചതേ എന്റെ ഫാദറിന് പറ്റിയൊരു അമളി കുറിച്ച് ഞാൻ പറയാൻ പറ്റിയ. കാരണം ഇപ്പൊ ഈ പെന്തിക്കോസ് വിഷയത്തിൽ ഇങ്ങനെ നിൽക്കുന്നതോടെ ഞാൻ പറയാം. എന്റെ പേര് വിനോയ് എന്നാണ്. ഞാൻ മർത്തോമ ചർച്ചിലാണ് പോകുന്നത്. ഇപ്പൊ എന്റെ ഫാദർ റിട്ടയർഡ് എംപ്ലോയി ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് ബൈബിള് പഠിക്കാനും അങ്ങനൊക്കെ വലിയ താല്പര്യമോ. അപ്പം അങ്ങനെ അദ്ദേഹം ബൈബിള് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തിലിരുന്നു. അപ്പൊ എങ്ങടെയോ ബൈബിൾ കോളേജിലൊക്കെ തിരക്കി. അപ്പൊ പെന്തിക്കോസ് ബൈബിൾ കോളേജിലൊക്കെ തിരക്കി. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര റേറ്റും ഒക്കെ ആണെന്നുള്ള രീതിയിൽ അപ്പൊ എന്നാ പോകുന്നില്ല എന്നുള്ള രീതി ഇരുന്നപ്പോഴാണ് നമ്മുടെ പത്രത്തിലൊരു പരസ്യം കണ്ട. മാവേലിക്കര IEM അറിയും? പാവരിക്കര IEM എന്ന് പറയുന്ന ഒരു പെന്തിക്കോസ് ഒരു ചർച്ചും അവരുടെ കുറെ പരിപാടികളൊക്കെയാണ് അവിടെ. അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ അവിടെ പഠിക്കാൻ പോകുക. അപ്പൊ പത്രത്തിലാണ് ഇത് വന്നത്, സൗജന്യ ബൈബിൾ ക്ലാസ്, താമസവും ഭക്ഷണവും ഫ്രീ എന്ന് പറഞ്ഞിട്ട്. അപ്പം മാവേലിക്കര നമുക്ക് അടുത്താണ്. അപ്പൊ ചെങ്ങന്നൂരാണ് എന്റെ സ്ഥലം. 10-20 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ പോയി പഠിക്കാമല്ലോ എന്നുള്ള കാര്യത്തില് ഫാദർ പോയി പഠിച്ചു. അപ്പൊ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആദ്യം ചെന്നപ്പോഴത്തെ ഫീസ് ഇല്ല. അപ്പൊ ഭക്ഷണമില്ല. അപ്പൊ ചെന്നപ്പോ പറഞ്ഞു ഭക്ഷണമില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാവുന്നവർക്കല്ലേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാം, നമുക്ക് അത് തരാനുള്ള മാർഗ്ഗമില്ല, കാരണം ഇവിടെ ഫീസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ താമസവും ഇല്ല. അപ്പൊ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെ താമസം. അപ്പൊ അവര് ചിലരൊക്കെ ഇപ്പൊ ഒരു 250 പേരോളം വന്നു ആദ്യത്തെ ബാച്ചിൽ. അപ്പൊ ഇവർ 250 പേര് പല ജില്ലയിൽ നിന്ന് തന്നെ ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ താമസിച്ച് പഠിക്കുന്നവരുണ്ട്. ചിലര് നമ്മുടെ നാട്ടിലുള്ളവർ പോയി വരാവുന്നവരൊക്കെ പോയി വരുന്നു. അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഭക്ഷണമില്ല. ഇവര് ക്ലാസ് നടന്നു. 2 മാസമാണെന്ന് തോന്നുന്നു കണക്ക്. അപ്പൊ ഈ 2 മാസത്തെ ക്ലാസ് നടന്നു. 2 മാസം ഇതിനകത്ത് ഒരു തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ക്ലാസ് ഏകദേശം ഒരു 30-35 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവരും നമ്മളിവിടെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഈ നമ്മുടെ ഒരു ഫുഡ് ഫെസ്റ്റ് പോലെ നടത്തുന്നുണ്ട്. അപ്പം വരുന്നവർക്ക് ആർക്കും ഭക്ഷണം കഴിക്കാം. അപ്പൊ നിങ്ങൾ ഈ കൂപ്പൺ ഉണ്ട്, നമ്മൾ ഫീസ് ഒന്നും മേടിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലല്ല നിങ്ങൾക്ക് അറിയാവുന്നവരോ അല്ല അങ്ങനെയുള്ളവരോട് മാത്രം നിങ്ങൾ പറഞ്ഞിട്ട് ഈ കൂപ്പൺ ഒന്ന് ഇതാക്കി വരണമെന്ന് പറഞ്ഞു. എന്റെ ഫാദർ ഉൾപ്പെടെ ഏകദേശം 230 പേരും കംപ്ലീറ്റ് കൂപ്പൺ തീർത്തു. അതായത് ഒരു കൂപ്പണിനകത്ത് ഏകദേശം 500 രൂപ വെച്ചാണ്. അങ്ങനെ 500 രൂപയുടെ 10-20 കൂപ്പൺ അത്രയും കണ്ടുണ്ട്. അപ്പം ഏകദേശം ഒരാൾ 10,000 രൂപയോടെ വെച്ചായി ഓർത്തണം. അപ്പൊ എന്നിട്ട് ഇവര് ലാസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇവര് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഒരു മാക്സിമം ഒരു 100 പേര് അല്ലെ ഒരു പുറത്തുനിന്ന് എക്സ്ട്രാ വന്നതെന്ന് പറഞ്ഞ ഒരു 100 പേരുടെ, അതായത് ഒരു 500 പേരുടെ ഫുഡ് അവർ കൊടുത്തതാണ്. അപ്പൊ ഞാൻ ഇതിനകത്തൊരു കണക്ക്, അപ്പം എന്റെ ഫാദറും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഇതൊരു തട്ടിപ്പാണെന്നുള്ള അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അപ്പൊ പിന്നെ ഇവർക്ക് അവിടെ പഠിച്ച കോഴ്സിന്റെ, അതായത് ഇവരുടെ ബുക്സ് നോട്ട്സ് കിട്ടണമെങ്കിൽ 2,500 രൂപയും. അപ്പൊ ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇതുപോലെ വലിയൊരു തട്ടിപ്പിലാണ് പോയി വീണേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് വലിയൊരു തട്ടിപ്പിലാണ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെല്ലാവരും പറ്റിച്ചേക്കുമെന്നാണ്. അപ്പം പറഞ്ഞു അതെങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്ന് കണക്ക് കൂട്ടിക്കെന്ന് പറഞ്ഞു. ഒരാൾ 10,000 രൂപ വെച്ച് 250 പേര് കൊടുക്കുക എന്ന് പറഞ്ഞു. 5,000 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ 250 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപയെ. ഈ 15 ലക്ഷം രൂപയിൽ ഒരു 5 ലക്ഷം രൂപയുടെ ഫുഡ് അവര് അല്ലെ ക്ലാസ് എടുത്തതിന്റെ വരുന്ന പഠിപ്പിക്കാമെന്ന അധ്യാപകരുടെ ഫീസും ഇതെല്ലാം കൂടെ കൂട്ടി അവർക്ക് ഒരു 5 ലക്ഷം രൂപ ചെലവായാലും വെറും 2 മാസം കൊണ്ട് ഇവർ 10-15 ലക്ഷം രൂപ ഉണ്ടാക്കി. നിങ്ങൾ പഠിച്ചതിന്റെ ഇത് തന്നെ കൊടുക്കണമെങ്കിൽ 2,500 രൂപ വെച്ച് വരുന്ന 100 പേര് മേടിച്ചാൽ തന്നെ 2.5 ലക്ഷം രൂപ വരും. അപ്പൊ ഇതിന്റെ ഒരു വലിയൊരു തട്ടിപ്പാണ് ഇവർ നടത്തുന്നത്, ഈ സൗജന്യ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ഈ പരിപാടി നടത്തുന്ന ആരാ? ഈ IEM എന്ന് പറയുന്ന മാവേലിക്കര, ഗൂഗിളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാ IEM മാവേലിക്കര. ഞങ്ങളുടെ ഫാദറൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ബാച്ച് വീണ്ടും പത്രത്തിൽ വന്നു, സൗജന്യ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ഇത് കഴിഞ്ഞും അടുത്ത ബാച്ചൊക്കെ നടത്തി. പിന്നെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഇങ്ങനൊരു തട്ടിപ്പ് കൃത്യമായിട്ട് ഈ പഠിച്ച ആളുകൾ പോലും മനസ്സിലാക്കാതെ. ഇത് പെന്തിക്കോസ് അവര് ഇതുപോലെ ഇൻഡിപെൻഡന്റ് ആ. അവര് ഒരു ചർച്ചിന്റെ കീഴിലോ വലിയ ഒരു ചർച്ചൊന്നും അല്ല. അവര് തന്നെ പക്ഷെ വർഷങ്ങളായിട്ടുള്ള കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ അവിടെ ഉണ്ട്. കാരണം ഞാൻ 2000-ലൊക്കെ പഠിക്കുമ്പോഴേ അവിടെ ഈ IEM ഉണ്ട്.
ഞാൻ മാവേലിക്കര പഠിക്കുമ്പോഴേ. ഇപ്പം ഇത്രയും വർഷമായിട്ട് ഈ IEM സ്ഥാപനം ഉണ്ട്. ഇവരുടെ മക്കളും ഒക്കെ എല്ലാം അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെയാണ്. ഈ ഒരു തട്ടിപ്പാണ് അവിടെ നടക്കുന്നത്. ഇതൊന്നും എനിക്ക് മനസ്സിലായി, പക്ഷെ ഇതെനിക്ക് ആരും പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ടാണ് ഞാനിപ്പോ സാറിന്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടത്. അപ്പോഴാണ് ശരിക്കും പഠിച്ചിറങ്ങിയവരെ ഇവർ വേറെ വല്ല ജോലിക്കോ അല്ലെ ഇവന്മാരുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഇതെന്തോ സാറേ, ദേശാഭിമാനിക്കകത്ത് ഒരു ദേശാഭിമാനി പേപ്പറിന്റെ ക്വാളിറ്റിയിൽ ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തോ കാര്യം. അവരവരുടെ സീരിയൽ വെച്ചിട്ട് ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റ് 50 ദിവസം ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് അല്ല ഇത് പഠിച്ചവർക്ക് 50 ദിവസത്തെ ക്ലാസ് ഫുൾ ടൈം ആണോ അതോ? അല്ല, രാവിലെ തൊട്ട് ഉച്ച വരെ. അത് അവരുടെ ഓഡിറ്റോറിയത്തിൽ, അവിടെ അവരുടെ സ്ഥാപനം ഉണ്ട്, അവിടെ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അവർക്ക്. IEM മാവേലിക്കര നോക്കിയാൽ മതി, ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് അവിടെ ആ ക്ലാസ് ഒക്കെ നടക്കുന്നത്. ഓൾറെഡി ഈ ചീറ്റിങ്ങിൽ പലരും വന്ന് വീഴുന്നുണ്ട്. കാരണം സൗജന്യ ബൈബിൾ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും പോകും. അത് പ്രായമുള്ളൂ, പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ പോകുന്നത്. കാരണം വെറുതെ റിട്ടയർമെന്റിന് ശേഷം ഇരിക്കുന്നവരൊക്കെ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ ആയിരിക്കും വന്ന് ഇതിനകത്ത് പെടുന്നത്. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.